Bahrain Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Arjun Chess Academy, NEC Money Exchange, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ബഹ്റിനും അമേരിക്കയും തമ്മിലുള്ള തന്ത്രപ്രധാന ബന്ധം പുതിയ തലങ്ങളിലേക്ക് വികസിക്കുന്നതായി ബഹ്റിൻ ഭരണ നേതൃത്വം വ്യക്തമാക്കി. രാജാവ് ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയും കിരീടാവകാശി പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫയും US സെൻട്രൽ കമാൻഡർ അഡ്മിറൽ ചാൾസ് ബ്രാഡ്ഫോർഡ് കൂപ്പറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രതിരോധ മേഖലയിലെ സഹകരണം, ഇറാനിൽ നിന്നുള്ള ഭീഷണികളെ പ്രതിരോധിക്കുന്നതിൽ അമേരിക്കയുടെ പങ്ക്, പ്രാദേശിക സ്ഥിരത എന്നിവ ചർച്ചയായി. മുതിർന്ന ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. രാജ്യത്തെ സാമ്പത്തിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി സെൻട്രൽ ബാങ്ക് ഓഫ് ബഹ്റിൻ പുതിയ ഇളവുകൾ പ്രഖ്യാപിച്ചു. കിരീടാവകാശി പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കുന്ന ഈ പദ്ധതി വഴി വ്യക്തികൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും ലോൺ ഗഡുക്കളും ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റുകളും 3 മാസത്തേക്ക് നീട്ടിവയ്ക്കാം. വിപണിയിൽ പണലഭ്യത ഉറപ്പാക്കുന്നതിനായി ബാങ്കുകൾ സൂക്ഷിക്കേണ്ട റിസർവ് അനുപാതം 5.0% നിന്ന് 3.5% കുറച്ചിട്ടുണ്ട്. ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ ഉൾപ്പെടെയുള്ളവയിൽ വരുത്തിയ മാറ്റങ്ങൾ വിപണിയിലേക്ക് കൂടുതൽ പണം എത്താൻ സഹായിക്കും. ഇതിനായി ഏകദേശം 700 കോടി ദിനാർ നീക്കിവച്ചിട്ടുണ്ട്. രാജ്യത്തെ ബാങ്കിംഗ് മേഖല സുരക്ഷിതമാണെന്നും ആവശ്യത്തിന് മൂലധനം ലഭ്യമാണെന്നും സെൻട്രൽ ബാങ്ക് അറിയിച്ചു. കോവിഡ് പ്രതിസന്ധികൾക്ക് ശേഷമുള്ള സാമ്പത്തിക രംഗത്തിന് ഈ നടപടികൾ വലിയ ആശ്വാസമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ 11.3 ബില്യൺ ബഹ്റിൻ ദിനാറാണ് രാജ്യത്തെ ആകെ ആഭ്യന്തര വായ്പാ തുക. ബഹ്റിൻ വിമാനത്താവള റോഡിലെ ചരിത്രപ്രധാനമായ ഫാൽക്കൺ സ്മാരകം നീക്കം ചെയ്യാനുള്ള പൊതുമരാമത്ത് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം മുഹറഖ് മുനിസിപ്പൽ കൗൺസിൽ ഐക്യകണ്ഠേന തള്ളി. എയർപോർട്ട് റോഡ് വികസനത്തിന്റെ ഭാഗമായി സ്മാരകം മറിഞ്ഞുപോകുമെന്നും നിർമ്മാണത്തിനിടെ കേടുപാടുകൾ സംഭവിക്കാമെന്നുമുള്ള മന്ത്രാലയത്തിന്റെ വാദങ്ങൾ കൗൺസിൽ അംഗീകരിച്ചില്ല. സ്മാരകം മുഹറഖിന്റെ അടയാളമാണെന്നും അസ്തിത്വവുമായി ബന്ധപ്പെട്ട ഒന്നിനെ മായ്ച്ചു കളയാൻ അനുവദിക്കില്ലെന്നും കൗൺസിൽ ചെയർമാൻ അബ്ദുൽ അസീസ് അൽ നാർ വ്യക്തമാക്കി. ഗതാഗത ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള വികസന പദ്ധതിയുടെ ഭാഗമായാണ് സ്മാരകം മാറ്റാൻ അനുമതി തേടിയത്. സ്മാരകം പൊളിച്ച് ഫൈബർ ഗ്ലാസ് മാതൃക സ്ഥാപിക്കാനോ മറ്റൊരിടത്തേക്ക് മാറ്റാനോ ഉള്ള നിർദ്ദേശങ്ങളും കൗൺസിൽ നിരസിച്ചു. നേരത്തെ ഇതേ പദ്ധതിക്കായി സമീപത്തെ വെള്ളച്ചാട്ടം പൊളിച്ചു നീക്കിയത് വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. നിലവിൽ സ്മാരകം അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാനാണ് തീരുമാനം. എന്നാൽ വിഷയത്തിൽ പൊതുമരാമത്ത് മന്ത്രിക്ക് കൗൺസിൽ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ അധികാരമുള്ളതിനാൽ അന്തിമ തീരുമാനം ക്യാബിനറ്റിന്റെ പരിഗണനയ്ക്ക് വിടാൻ സാധ്യതയുണ്ട്. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced, expert coaches, personal attention. Join Arjun's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് Send money from any NEC branch or app. Win exciting prizes. NEC Money Exchange. We connect your loved ones since 1993. കോഴിക്കോട് കൊയിലാണ്ടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നെസ്റ്റ് ഇന്റർനാഷണൽ അക്കാഡമി ആൻഡ് റിസർച്ച് സെന്ററിലെ 20 ഭിന്നശേഷി കുട്ടികളുടെ 1 വർഷത്തെ മുഴുവൻ ചിലവുകളും ന്യൂയോർക്ക് ബഹ്റിൻ ചാപ്റ്റർ ഏറ്റെടുത്തു.
ഇതിനാവശ്യമായ ധനസഹായം ന്യൂയോർക്ക് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഔദ്യോഗികമായി കൈമാറി. ബഹ്റിൻ ചാപ്റ്റർ സംഘടിപ്പിച്ച സ്പർശം 2025 എന്ന കാരുണ്യ പദ്ധതിയിലൂടെയും റംസാൻ മാസത്തിൽ നടത്തിയ പ്രത്യേക സമാഹരണത്തിലൂടെയുമാണ് തുക കണ്ടെത്തിയത്. 18 കുട്ടികൾക്ക് ഒരു വർഷത്തെ മുഴുവൻ ചിലവിനുള്ള തുകയും 2 കുട്ടികൾക്ക് പ്രതിമാസ സഹായവുമാണ് നൽകുന്നത്. കൊയിലാണ്ടി പെരുവട്ടൂരിലെ ന്യൂയോർക്ക് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ബഹ്റിൻ ചാപ്റ്റർ രക്ഷാധികാരി KT സലീം, ജനറൽ സെക്രട്ടറി ജബ്ബാർ കുട്ടീസ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ആബിദ് കുട്ടീസ് എന്നിവർ ചേർന്ന് സഹായധനം കൈമാറി. ന്യൂയോർക്ക് കൊയിലാണ്ടി ചെയർമാൻ അബ്ദുല്ല കരുവഞ്ചേരി, ജനറൽ സെക്രട്ടറി TK യൂനിസ്, ട്രഷറർ TP ബഷീർ, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് യാസർ അഹമ്മദ് എന്നിവർ ചേർന്ന് തുക ഏറ്റുവാങ്ങി. ഈ കാരുണ്യ പ്രവൃത്തിയിൽ സഹകരിച്ച ഏവർക്കും ന്യൂയോർക്ക് ബഹ്റിൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നന്ദി അറിയിച്ചു. ബഹ്റിൻ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ശ്രദ്ധേയനായ അവതാരകനുമായ അജൂട്ടി കോശിക്ക് അസോസിയേഷൻ യാത്രയയപ്പ് നൽകി. ജോലി സംബന്ധമായ പുതിയ മാറ്റങ്ങളുടെ ഭാഗമായി അയർലൻഡിലേക്ക് പോകുന്ന അദ്ദേഹത്തിന് സൽമാനിയയിലെ ഇന്ത്യൻ ഡിലൈറ്റ്സ് റെസ്റ്റോറൻറ്റിൽ വച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. അസോസിയേഷൻ പ്രസിഡന്റ് വിഷ്ണു ദേവാഞ്ജനത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി സുനു കുരുവിള സ്വാഗതം ആശംസിച്ചു. അസോസിയേഷൻ സംഘടിപ്പിച്ച വിവിധ സാംസ്കാരിക പരിപാടികളിൽ മികച്ച അവതാരകനായി തിളങ്ങിയ അജുവിന്റെ സേവനങ്ങളെ ചടങ്ങിൽ പങ്കെടുത്തവർ നന്ദിയോടെ സ്മരിച്ചു. സംഘടനയുടെ വളർച്ചയിൽ അദ്ദേഹം നൽകിയ സഹകരണം എന്നും മുതൽക്കൂട്ടാണെന്ന് ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. അസോസിയേഷൻ ട്രഷറർ വിനീത് വി, രക്ഷാധികാരി വർഗീസ് മോഡിയിൽ, ലേഡീസ് വിംഗ് പ്രസിഡന്റ് ദയാശ്യാം, വൈസ് പ്രസിഡന്റ് മോൻസി ബാബു, ജോയിന്റ് സെക്രട്ടറി സിജി തോമസ് എന്നിവരും മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും അജുവിനെ ആശംസകൾ നേർന്നു. സംഘടനയുടെ സ്നേഹോപഹാരം അദ്ദേഹത്തിന് കൈമാറി. വിഷ്ണു പി സോമൻ ചടങ്ങിനെ നന്ദി രേഖപ്പെടുത്തി. മൂല്യവർദ്ധിത നികുതി വെട്ടിച്ച കേസിൽ 52 വയസ്സുകാരനായ ബഹ്റൈനി കമ്പനി മാനേജർക്ക് ലഭിച്ച 6 മാസം തടവും ഏകദേശം 70,000 ബഹ്റൈനി ദിനാർ പിഴയും ശരിവച്ചുകൊണ്ട് കസേഷൻ കോടതി അന്തിമ വിധി പുറപ്പെടുവിപ്പിച്ചു. 3 വർഷത്തിലേറെയായി ടാക്സ് ഡിക്ലറേഷനുകൾ സമർപ്പിച്ചിട്ടും 35,327.319 ബഹ്റൈനി ദിനാർ വാറ്റ് കുടിശ്ശിക അടക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് കേസിന് ആധാരം. നേരത്തെ കോടതി ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റൻസും ഹൈക്രിമിനൽ കോർട്ട് ഓഫ് അപ്പീലും കുടിശ്ശികയുള്ള നികുതിയും പിഴയും അടക്കാൻ ഉത്തരവിട്ടിരുന്നു. ഇപ്പോൾ കസേഷൻ കോടതി കൂടി ഈ വിധി സ്ഥിരീകരിച്ചതോടെ ഇത് അന്തിമ ഉത്തരവായി മാറി. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.